ദാരിദ്ര്യത്തിൻ്റെ സൃഷ്ടിയാണ് ചേരികൾ. ദാരിദ്ര്യം സൃഷ്ടിക്കുന്നത് ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങളാണ്. കേരളത്തിൽ നിന്ന് ഒരൊറ്റ ചേരി പോലുമില്ല. എന്നാൽ കേരളത്തിന് പുറത്ത് അതല്ല സ്ഥിതി. തലസ്ഥാന നഗരിയായ ദില്ലിയിൽ നിറയെ ചേരികളുണ്ട്. ചേരികളിൽ പലതും ഇപ്പോൾ ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കൈരളി ടിവിയുടെ ദില്ലി ലേഖകൻ അബ്ദുൾ റഷീദ് നടത്തിയ അന്വേഷണത്തിലേക്ക്. ദില്ലിയിലെ ഒരു ചേരി പോലും പൊളിക്കില്ല എന്നായിരുന്നു അധികാരത്തിലേറിയ ശേഷം മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ വാഗ്ദാനം. എന്നാൽ BJP സർക്കാർ അധികാരത്തിലേറി 4 മാസം പിന്നിടുമ്പോഴേക്കും 11ഇടങ്ങളിലാണ് ബുൾഡോസർ രാജ് നടപ്പിലാക്കിയത്. ഇതോടെ 30,000-ഓളം പേർ കുടിയിറക്കപ്പെട്ടുവെന്നാണ് കണക്ക്. മാർച്ച് 5-ന് യമുന വെള്ളപ്പൊക്ക പ്രദേശത്തെ കയ്യേറ്റ വിരുദ്ധ നടപടിയിൽ 200 കുടുംബങ്ങൾ തെരുവിലായി. ഏപ്രിൽ 24-ന് സൈനിക് ഫാമുകളിൽ ദില്ലി ഗവർണർ VK സക്സേനയുടെ ഉത്തരവനുസരിച്ച് 1.25 ഏക്കർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. മെയ് 5-ന് വസീർപൂരിൽ റെയിൽവേ ലൈനുകളിലെ 220 വീടുകൾ പൊളിച്ചു നീക്കി. 1056 പേരാണ് ഇവിടം ഇരയായത്. ജൂൺ 12-ാം തീയതിയാണ് 3000-ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന കൽക്കാജിയിലെ ഭൂമിഹീൻ ക്യാമ്പിലേക്ക് BJPയുടെ ബുൾഡോസറുകൾ ലക്ഷ്യം വെച്ച് വന്നത്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവരെ മാത്രം തെരഞ്ഞെടുത്ത കുടിയിറക്കിയെന്ന ആരോപണവും ഇവിടുത്തുകാർ ഉന്നയിക്കുന്നു. ായി വർഷമായി കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളാണ് നിമിഷനേരം കൊണ്ട് ഇടിച്ചു നിരത്തിയത്. ആധാർ, റേഷൻ, ലേബർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഉള്ളവരാണ് കുടിയിറക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും. വർഷങ്ങളായുള്ള ജല, വൈദ്യുതി ബില്ലുകളും പക്കലുള്ളവരുമുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി വാക്കുകളിൽ മാത്രമായി എന്നാണ് 50 വർഷമായി മേഖലയിൽ താമസിക്കുന്ന കപൂരിക്ക് പറയാനുള്ളത്. जिंदगी में कभी बच्चों की पीढ़ी में भी नहीं आ सकेगा. आएगा ना मोदी. अब ना मोदी आए ना गोरंडी आए, कोई नहीं आई. उसने कुछ नहीं किया. मोदी ने कुछ भी नहीं किया. मोदी ने कुछ नहीं किया. घर से बेघर कर दिए हम लोग. അത്യാവശ്യ രേഖകൾ പോലും എടുക്കാൻ സമയം അനുവദിക്കാതെയാണ് വീടുകൾ പൊളിച്ചു നീക്കിയത്. പുനരധിവാസം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ജനങ്ങളെ ഒഴിപ്പിക്കാവൂന്ന ദില്ലി ഹൈക്കോടതിയുടെ വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മദ്രാസി ക്യാമ്പിനെ BJP സർക്കാർ പൊളിച്ചു നീക്കിയത്. 500-ഓളം വരുന്ന തമിഴ് കുടുംബങ്ങളാണ് മേഖലയിൽ നിന്നും കുടിയിറക്കപ്പെട്ടത്. ഇപ്പോൾ ബാരാപ്പുള്ള അഴുക്കുചാലിൻ്റെ പേരിൽ മേഖലയിലാകെ മാലിന്യ കൂമ്പാരമാണ്. ക്യാമ്പിൽ നിന്നും കുടിയൊഴിപ്പിച്ചവർക്ക് ഹൈക്കോടതി നിർദ്ദേശിച്ച പുനരധിവാസം ഉറപ്പു നൽകിയില്ലെന്ന് മാത്രമല്ല, അനുവദിച്ച ഫ്ളാറ്റുകളിൽ വെള്ളം, കറന്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സർക്കാർ ഒരുക്കിയില്ല. उन लोगों ने बोला नरेगा मिलेगा 20 तारीख से पहले आप लोग सारे सबके कितने घर मिले, बिजली पानी सब नल पानी चेक करके फिर जाना. लेकिन वहाँ जाने के बाद कोई सफाई कुछ नहीं, सारा बुरी तरीके से गंदगी हो रखा है. മദ്രാസി ക്യാമ്പ് ഒഴിപ്പിച്ചതിൽ കോടതി വിധി ലംഘിക്കാനാകില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ വിശദീകരണം. जो कोर्ट के आदेश हैं जिसके कारण से शहर को दिक्कत है, आज मद्रासी कॉलोनी की सच्चाई ये है, तो माननीय कोर्ट के आदेश का उल्लंघन कोई कर नहीं सकता. മയൂർ വിഹാർ ഫേസ് 1-ലെ ജമുന കാർഷിക ഗ്രാമത്തിലെയും സ്ഥിതി സമാനം. വിളവെടുക്കാൻ പാകമായ കൃഷിസ്ഥലത്തും കുടിലുകളിലും ബുൾഡോസറുകൾ കയറിയിറങ്ങി. മോഹന വാഗ്ദാനങ്ങളുമായി അധികാരത്തിലേറെ BJP സർക്കാർ തങ്ങളെയും വേട്ടയാടുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കൃഷിഭൂമി ഉപേക്ഷിച്ച് ഉടൻ നാടുവിടണമെന്ന ഭീഷണിയും സർക്കാർ നൽകിയതോടെ എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണിവർ. BJP सरकार ने ये बोला था कि जहाँ झुग्गी वहीं मकान, ये बोले और कोई 2500 रुपए महीना देंगे महिला को. उस लालच में सारे लोगों ने वोट दिए भैया. तो चलो ठीक वो ना दो कुछ ना दो, तो जो इतना तो पड़ा तो रहने दो. हम खुद लोग मेहनत कर रहे, अपनों कमा खा रहे हैं. അശോക് ബിഹാറിലെ ജയിലോർ വാലബാഗ് പ്രദേശത്ത് ഏകദേശം 200 കെട്ടിടങ്ങൾ തകർത്തെറിഞ്ഞു. 2800 പേരെയാണ് പുനരധിവാസം നൽകാതെ ഒഴിപ്പിച്ചത്. അതേസമയം 567 കുടുംബങ്ങൾ അയോഗ്യരായും BJP സർക്കാർ പ്രഖ്യാപിച്ചു. കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ ഭാഗമായി ദില്ലിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇടിച്ചു നിരത്തിയത് വീടുകൾ ഉൾപ്പെടെ 33,477 കെട്ടിടങ്ങൾ. 2023-ൽ 10,000-ലധികം വീടുകൾ ഇടിച്ചു നിരത്തിയെന്നാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. G20 സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിച്ചത്. ഇതാണ് രാജ്യതലസ്ഥാനത്തെ ബുൾഡോസർ രാജിന്റെ കണക്കുകളെങ്കിൽ BJP ഭരണത്തിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാജിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നവയാണ്.
മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ 9 ലക്ഷത്തോളം പേരാണ് രാജ്യത്താകമാനം ഭവനരഹിതരായത്. 2017 ഉത്തർപ്രദേശിലാണ് രാജ്യത്തെ ആദ്യ ബുൾഡോസർ രാജ് നടന്നത്. അന്ന് 1169 വീടുകളും 101 കച്ചവട സ്ഥാപനങ്ങളും ഉൾപ്പെടെ 1800ഓളം കെട്ടിടങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ട്. പിന്നീട് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കുറ്റകൃത്യങ്ങൾക്കായുള്ള ശിക്ഷയായി ബുൾഡോസർ രാജ് മാറി. 2019 1,07,625 പേരെയാണ് കുടിയൊഴിപ്പിച്ചത്. 2022 2,22,684 2023 5,15,752 വർദ്ധിച്ചു. ബുൾഡോസർ രാജിനെ മുസ്ലിം വംശഹത്യ എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ നൽകിയ വിശദീകരണം. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കുടിയൊഴിപ്പിക്കലിൽ ഏറിയ ഭാഗവും നടന്നത് മുസ്ലിം മേഖലകളിലാണെന്നും ഫെബ്രുവരിയിലെ റിപ്പോർട്ടിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു. ബുൾഡോസർ രാജിലൂടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന ആരോപണം ശക്തമാവുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാതെ അതിന് സമാനമായ അതിക്രമങ്ങൾ കാണിക്കുന്നു BJPയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും. ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിക്കലിൽ പ്രത്യേക ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരെ പ്രത്യേകം ലക്ഷ്യം വെക്കുന്നു. രാജ്യത്തെ ഭവനരഹിതരായവരിൽ കൂടുതലും മുസ്ലിങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണ്. ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ സമ്പാദ്യവും അധ്വാനവുമാണ് ഭരണകൂട വേട്ടയിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് നഷ്ടമായത്. വീടെന്ന സുരക്ഷിതത്വം മാത്രമല്ല, മൗലികാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പേരാണ് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയ ടെന്റുകളിൽ കഴിയുന്നത്. പുനരധിവാസം എന്നത് വീടുകൾ പൊളിക്കാൻ ഉത്തരവിട്ട സർക്കാരുകളുടെ അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല. ഇതും 2047 വികസിത് ഭാരതിന്റെ ഭാഗമാണോ എന്ന് മോദി സർക്കാർ വ്യക്തമാക്കണം.